സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന പ്രചാരണം വയനാട്ടിൽ സജീവമാക്കി നിർത്താൻ ബി.ജെ.പി. സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ബത്തേരിയെ ഗണപതി വട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വീണ്ടും വയനാട്ടിൽ എത്തിച്ചേരുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുകയാണ്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഏറ്റവും ആദ്യം നമ്മൾ ഈ ബി.ജെ.പി. ഇത്തരത്തിൽ ഗണപതി വട്ടം എന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്ന സാഹചര്യം അത് എത്രത്തോളം പ്രതിഫലിക്കും ആ മണ്ഡലത്തിൽ? എൽദോ, നമുക്കറിയാം വയനാട് മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ വോട്ട് ബാങ്കുള്ള മണ്ഡലമല്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കിയാൽ 80,000-ന് മുകളിൽ മാത്രമാണ് പരമാവധി അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ 1,00,000-ന് മുകളിൽ വോട്ട് നേടുക എന്നുള്ളത് അവരുടെ അഭിമാന പ്രശ്നമാണ്, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്ക് ശക്തമാക്കുക എന്ന ഒരു ഉദ്ദേശം തന്നെയാണ് ഇത്തരത്തിലൊരു അജണ്ട ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നതിന് പിന്നിൽ ബി.ജെ.പിക്കുള്ളത്. നമുക്കറിയാം, സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റുന്നതിലൂടെ, അത്തരത്തിലൊരു ചർച്ച കൊണ്ടുവരുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ടിപ്പു സുൽത്താന്റെ കാലത്തെ കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, ടിപ്പു സുൽത്താനെതിരെ ബി.ജെ.പി. സർക്കാർ സ്വീകരിച്ച നിലപാട് കർണാടകയിലെ, അതുപോലെ തന്നെ ബി.ജെ.പിയുടെ നേതൃത്വം ടിപ്പു സുൽത്താന്റെ കാലത്തുണ്ടായ മതപരിവർത്തനങ്ങൾ, ക്ഷേത്രദംശനങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു പേരുമാറ്റം ചർച്ചയിലേക്ക് വരുമ്പോൾ ടിപ്പു സുൽത്താന്റെ കാലം അല്ലെങ്കിൽ ആ സംഭവങ്ങൾ വീണ്ടും അവർക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഒരു വികാരം രൂപപ്പെടുത്താനും അത് ഗുണകരമാക്കി മാറ്റിയെടുക്കാനും കഴിയുമെന്നൊരു കണക്കൂട്ടലാണ് ബി.ജെ.പിയെ സംബന്ധിച്ചുള്ളത്. അതല്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഒരു മുഖ്യ ചർച്ചാ വിഷയമാക്കുന്നതിൽ മറ്റ് അജണ്ടകളൊന്നും തന്നെ ഇല്ല എന്നത് വ്യക്തമാണ്. ഗണപതി വട്ടം എന്ന പേര് സുൽത്താൻ ബത്തേരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചരിത്ര സത്യമാണ്. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അത് ചർച്ചയാക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം വോട്ട് തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പല മേഖലയിൽ നിന്നും പല തരത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേരുമാറ്റം ബി.ജെ.പി. സർക്കാരുകൾ കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലതവണ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് കേരളത്തിൽ മെനക്കെടേണ്ട എന്നൊരു സന്ദേശമാണ് പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള UDF-ന്റെ ഭാഗത്തും അതുപോലെ തന്നെ LDF-ന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ലഭ്യമായിട്ടുള്ളത്. പരിഹാസത്തോടെയാണ് ചില നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പക്ഷേ വയനാട്ടിലെ LDF, UDF നേതാക്കൾ ഇതിനോട് ഗൗരവത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നത് വർഗീയ അജണ്ട മുന്നിൽ വെച്ചാണ് എന്നൊരു സന്ദേശമാണ്, അല്ലെങ്കിൽ മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ബി.ജെ.പി. അവർ നിശ്ചയിച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള നയമാണ് സ്വീകരിക്കുന്നത്. ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാർഡാവട്ടെ, അതിനുശേഷം വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള കാർഡാവട്ടെ, ഇതൊക്കെ തന്നെ ബത്തേരിയെ ഗണപതി വട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം ബി.ജെ.പി. വരും ദിവസങ്ങളിലും ചർച്ചയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നാണെങ്കിലും ഇനി ആനിരാജ കഴിഞ്ഞ ദിവസം ഇതിനോടൊരു വാർത്താ കുറിപ്പിൽ ഒരു പ്രസ്താവനയായിട്ടാണ് ഇറക്കിയത്. വർഗീയത ആളിക്കെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ബി.ജെ.പിയുടെ അജണ്ടയായതെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനിരാജയുടെ പ്രതികരണം ഇതിലുണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തുന്നുണ്ട്. 15ഉം 16ഉം അദ്ദേഹം വയനാടാണ് ഉണ്ടായിരിക്കുക. വയനാട്ടിൽ അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട്, 1-2 സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ കേരളത്തിലെ നേതാക്കൾക്ക് പുറമെ രാഹുൽ ഗാന്ധിയുടെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്തും എന്തെങ്കിലും പ്രതികരണം വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാണ് ബി.ജെ.പിയുടെ ഒരു അജണ്ട, തെരഞ്ഞെടുപ്പ് അജണ്ട രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പേരുമാറ്റ വിവാദം ഇപ്പോൾ അവർ കൂടുതൽ ആളിക്കത്തിക്കുന്നത്. ശരിയാണ് എൽദോ.